നമസ്കാരം എല്ലാവർക്കും. സോറി, ഓക്കെ, റീഡിങ് ലേറ്റ് ആണ്, കാലത്തിടാൻ പറ്റിയില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് ഇത് നാളത്തേക്കുള്ള ഒരു ഗൈഡൻസ് ആയിട്ട് ഞാൻ ഇട്ടേക്കാം. ഓക്കെ, നെക്സ്റ്റ് ഡേ നിങ്ങൾ ഇത് എപ്പോൾ കാണുന്നോ അപ്പോൾ. ഓക്കെ, ഇത് അങ്ങനെ നമ്മുടെ ടൈംലെസ് റീഡിംഗ് ആണ്. സോ നിങ്ങൾക്കറിയാലോ, ഞാനിപ്പോഴും അങ്ങനെ തന്നെയാണ് ഇടുക. നിങ്ങൾ എപ്പോൾ കാണുന്നോ അപ്പോൾ. ഓക്കെ, നിങ്ങൾക്ക് റെസനേറ്റ് ആവും. ആൻഡ് ഇത് നാളത്തെ എനർജി എന്നാണ് ഇപ്പം ഞാൻ എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നാളേക്കുള്ള ഗൈഡൻസ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. സോ ലെറ്റ്സ് സീ, നമുക്ക് നിങ്ങൾ എപ്പോൾ കാണുന്നോ അതിൻ്റെ നെക്സ്റ്റ് ഡേ. ഓക്കെ, നിങ്ങൾക്കുള്ള എനർജി, നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. സോറി, ഞാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നുണ്ട്, കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സൗണ്ട് ക്ലിയർ ആയിരിക്കുന്നു വിചാരിക്കുന്നു ഇപ്പോൾ ഇതിൽ. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും ചേഞ്ചസ് ചെയ്യും. ഓക്കെ ഓക്കെ, നിങ്ങളുടെ നാളേക്കുള്ള ഗൈഡൻസ്. വീൽ ഓഫ് ഫോർച്യൂൺ, മജീഷ്യൻ ആൻഡ് 5 ഓഫ് പെന്റക്കിൾസ്. 5 പെന്റക്കിൾസ് എന്താ കാണിക്കുന്ന? മൂവിങ് ഓൺ, ചേഞ്ചസ് അഗൈൻ അല്ലേ? ശരി, ഞാൻ കുറച്ച് എന്തിനെക്കുറിച്ചാണ് ഇത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നോക്കിയതാണ് നിങ്ങളുടെ എനർജി. അതായത് ഇവിടെ എനിക്ക് കാണുന്നത് ചോയ്സിൻ്റെ കാര്യമാണ് ഒന്നാമത്. ഓക്കെ, നിങ്ങളൊരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്ന പോലെ, രണ്ട് കാര്യങ്ങളെ തമ്മിലൊരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ ശ്രമിക്കുന്ന പോലെയൊക്കെ കുറച്ച് എനർജി ഉണ്ട് ഇവിടെ. അതിനേക്കാൾ കൂടുതൽ ഇവിടെ എനിക്ക് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ഫസ്റ്റ് നമുക്ക് വന്നത്. സോ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ കർമ്മ ആണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, ഫെയ്റ്റ് എന്ന് പറയാം, വിധി എന്ന് പറയാം, ലക്ക് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു കംപ്ലീഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം കംപ്ലീറ്റ് ആയി നമ്മുടെ വീല് ചക്രം തിരിഞ്ഞു വരുന്നു എന്ന രീതിക്ക് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ലക്ക്, പ്രോഗ്രസ്, ചേഞ്ച്. ഓക്കെ, നിങ്ങൾക്കൊരു മാറ്റം വരാൻ പോകുന്നു, നിങ്ങളുടെ ഭാഗത്തേക്ക് ലക്ക് വരാൻ പോകുന്നു. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ ഒന്ന് ചേഞ്ച് വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. ആൻഡ് ഇത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ചേഞ്ച് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. 5 ഇസ് എ നമ്പർ ഓഫ് ചേഞ്ച്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ ഒരു മാറ്റത്തിൻ്റെ എന്ന് പറയും. സോ ഇവിടെ നിങ്ങൾ ഇതിനു മുമ്പ് നിങ്ങളുടെ മനസ്സിൽ എന്താ പറയുക, തനിച്ച് ഐ തിങ്ക് ഇതേ കാർഡ് 2 or 3 തവണയായിട്ട് ഇപ്പോൾ റിപ്പീറ്റ് ആവുന്നുണ്ട്. ഐ തിങ്ക് ഇതേ എനർജിയാണ് വരുന്നത്. 5 പെന്റക്കിൾസ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 2 or 3 തവണയായിട്ട് ഇതേ കാർഡ് റിപ്പീറ്റ് വരുന്നുണ്ട്. സോ ഇവിടെ നിങ്ങളുടെ മനസ്സിലുള്ള പേടികൾ, ഓക്കെ, നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങൾ തനിച്ചായിപ്പോയി, ഒറ്റയ്ക്കായിപ്പോയി, നിങ്ങൾ ആരെങ്കിലും വിട്ടുപോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു, അങ്ങനെ ഒരു എനർജിയിൽ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ പുറത്ത് വരാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങളതിൽ യു ആർ കമ്മിങ് ഔട്ട് ഓഫ് ഇറ്റ് എന്നാണ്. ഓക്കെ, കാരണം ഇത് നിങ്ങൾ പാസ്റ്റിൽ ഉപേക്ഷിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഈ ഒരു മനസ്സിലെ നിങ്ങളുടെ പേടികൾ, നിങ്ങളുടെ ഫിയേഴ്സ് നിങ്ങൾ പുറകോട്ട് അതിനെ മാറ്റിവെക്കും. ഓക്കെ, നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. മൂവ് ഓൺ എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ യെസ് ഡെഫിനറ്റ്ലി നമ്മളൊരു മൂവ് ഓൺ എന്നുള്ളൊരു കാര്യം. അല്ലാത്തവർക്കല്ലേ ജോലി മാറുക, അല്ലെങ്കിൽ ജോലിയുടെ ചേഞ്ച്, ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ വിട്ട് വേറെ സിറ്റുവേഷൻ. പക്ഷേ ഇതും 10 ആണ്, ഇത് 1 ആണ്. സോ അഗൈൻ ന്യൂ ബിഗിനിങ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ കാൽവയ്ക്കാൻ പോവാണ്. അത് നിങ്ങൾ ലിറ്ററലി ഒരു യാത്രയാവണമെന്നില്ല, മാറ്റമാവണമെന്നില്ല, ചേഞ്ച് ആവണമെന്നില്ല. ഓക്കെ, നിങ്ങൾ മനസ്സുകൊണ്ട് നമ്മൾ പറയില്ലേ ഒരു എനർജി ചേഞ്ച് നിങ്ങളുടെ അതായാലും മതി. ഈ ഒരു പുറത്ത് നിൽക്കുകയാണ് ഇവിടെ അല്ലേ? ആ ഒരു പുറത്ത് നിൽക്കുന്നതിൽ നിന്ന് ഓക്കെ, നമ്മൾ ഒരു ഇനി ഞാൻ അങ്ങനെ ഒറ്റപ്പെട്ടു, ഞാൻ തനിച്ചായിപ്പോയി, അല്ലെങ്കിൽ എനിക്കാരുമില്ല, എനിക്ക് പലതും നഷ്ടപ്പെട്ടു എന്ന ആ ഒരു ചിന്ത, ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരാൻ പോകണം. നിങ്ങൾ ഈ അകത്ത് നിങ്ങൾക്കൊരു വഴി ഓപ്പൺ ആണ്, നിങ്ങൾക്കൊരു ഡോർ ഓപ്പൺ ആണ്, അതിലൂടെ നിങ്ങൾ സഞ്ചരിക്കാൻ പോകണം മുന്നോട്ട്. ഓക്കെ, നിങ്ങൾ അകത്തേക്ക് കയറാൻ തീരുമാനിക്കുന്നു എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, അതായത് ഇനി പുറത്ത് നിങ്ങൾ നിന്ന് നോക്കിക്കൊണ്ടിരിക്കില്ല. ഓക്കെ, എപ്പോഴാണ് ഈ വാൽ തുറക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കില്ല. നിങ്ങളായിട്ട് തന്നെ മേ ബി തുറക്കാനുള്ള വഴികൾ നിങ്ങൾ കണ്ടുപിടിക്കും. നിങ്ങളായിട്ട് തന്നെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുക്കും. ഓക്കെ, അതായത് ഇത് മുന്നോട്ട് പോകുന്ന കാര്യമാണ്. മൂവിങ് ഓൺ എന്ന് പറയുന്നുണ്ട്. സോ 5 and 6 വരുന്നത്. സോ യു ആർ മൂവിങ് ഓൺ. ഓക്കെ, നിങ്ങൾ മുന്നോട്ട് പോവാണ്. ആൻഡ് ഇവിടെ എവിടേക്കാണ് പോകുന്നത് നിങ്ങൾ സോറി എവിടേക്കാന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഗ്രോത്ത് ആണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നു എന്നാണ് എനിക്ക് കാണുന്നത്. പുതിയ അവസരങ്ങൾ വരുന്നു, പുതിയ വ്യക്തി വരുന്നു, പുതിയ ജോലിയുടെ ഓഫർ വരുന്നു. എന്നും ആവാം, ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും. സോ ഇവിടെ ആ മാറ്റം പക്ഷെ നിങ്ങളായിട്ട് തന്നെ ചൂസ് ചെയ്യുകയാണ്, നിങ്ങളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. ബിക്കോസ് മടുത്തു എന്ന് പറയില്ലേ, എനിക്കിങ്ങനെ നിന്നും മടുത്തു, എനിക്കിങ്ങനെ പുറത്ത് ഞാൻ ഇതിലൊരു ഇംഗ്ലീഷിലൊക്കെയാണ് കുറച്ചുകൂടി എനിക്ക് പറയാൻ കിട്ടുന്നത്. അതായത് ദ വൺ സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് ലുക്കിംഗ് ഇൻ എന്ന് പറയും. ഓക്കെ, അതായത്
എല്ലാം ഉള്ളിൽ സന്തോഷങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, നിങ്ങൾ പുറത്ത് നിന്ന്, പക്ഷെ അതിനെ നോക്കിക്കൊണ്ട് എനിക്ക് അകത്തേക്ക് പോകാൻ പറ്റില്ല, ഞാൻ പുറത്താണ് എന്ന രീതിക്കുള്ള ആ ഒരു ഫീലിംഗ് എന്നൊക്കെ പറയില്ലേ. സോ ഇവിടെ നിങ്ങൾക്കിനി നിങ്ങളായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യും, ഇല്ല ഞാൻ എൻ്റെ ലൈഫിനെ മാറ്റാൻ പോവാണ്, എൻ്റെ ലൈഫിൻ്റെ ചേഞ്ചസ് ഞാൻ കൊണ്ടുവരാൻ പോവാണ്, എന്നെ ആരും ചൂസ് ചെയ്തില്ലെങ്കിലും വേണ്ട, ഞാൻ എന്നെ തന്നെ ചൂസ് ചെയ്യുന്നു. ഓക്കെ, എൻ്റെ കൂടെ യൂണിവേഴ്സ് ഉണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ യൂണിവേഴ്സ് ഉണ്ട്, എനിക്കത് മതി, ഞാൻ മുന്നോട്ട് ലൈഫിൽ പോകും, എന്തെങ്കിലും ഞാൻ ചെയ്തെടുക്കും, എൻ്റെ കയ്യിലെല്ലാ കഴിവും ഉണ്ട്, എൻ്റെ കയ്യിലെല്ലാം എൻ്റെ ലക്ക് എൻ്റെ ഭാഗത്തുണ്ട്, വിധി എൻ്റെ ഭാഗത്തുണ്ട്, എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, ലക്ക് ഇസ് വിത്ത് മീ എന്ന് നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് എന്തും ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് കാണുന്നത്. ആൻഡ് യു വിൽ സ്റ്റാർട്ട് മൂവിങ് ഓൺ ഇൻ ലൈഫ്. ഓക്കെ, ഈ ഒരു ഫീലിംഗ് എന്ന് നിങ്ങൾ പുറത്തു വരും, അതാണ് മെയിൻ ഇവിടെ. ഓക്കെ, ആൻഡ് ഇവിടെ അഗൈൻ ഞാൻ പറഞ്ഞു റിലീഫ്, ഹോപ്പ്, മൂവിങ് ഓൺ. ഓക്കെ, നിങ്ങൾക്കൊരു റിലീഫ് ഫീൽ ചെയ്യാൻ തുടങ്ങും. നമ്മൾ പറയില്ലേ കുറേ ഇങ്ങനെ അനുഭവിച്ച് കഴിയുമ്പോൾ എവിടെയോ ഞാനിപ്പോൾ ക്ലോക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു 5 കണ്ടു, ഞാൻ പെട്ടെന്ന് അഗൈൻ 5ൻ്റെ എനർജി റെക്കോർഡിങ്ങിലൊക്കെ കാണിക്കും, ഇങ്ങനെ ടൈമേഴ്സ് അവിടെ 5 എന്ന് കണ്ടു ഞാൻ പെട്ടെന്ന്. സോ ആ മൂവിങ് ഓൺ, നിങ്ങൾ ആ മാറ്റം നിങ്ങളിൽ കൊണ്ടുവരാൻ പോവാണ്. ഓക്കെ, നിങ്ങൾ തിരിച്ചറിയും എന്നിട്ട് യെസ് എൻ്റെ ഉള്ളിൽ എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്, എനിക്ക് എന്തും ചെയ്തെടുക്കാൻ എനിക്ക് സാധിക്കും. ഓക്കെ, എനിക്ക് ആരും സപ്പോർട്ട് വേണമെന്നില്ല, കുഴപ്പമില്ല. ഓക്കെ, എനിക്ക് ഞാനുണ്ട്, എൻ്റെ യൂണിവേഴ്സ് ഉണ്ട്, എൻ്റെ ദൈവമുണ്ട്, എൻ്റെ വിശ്വാസങ്ങളുണ്ട്, എൻ്റെ കഴിവുകളുണ്ട്, അത് മതി എന്ന് പറഞ്ഞ് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ചിലത് പിന്നീട് ഉപേക്ഷിക്കും എന്നല്ല, ബട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ മനസ്സുകൊണ്ട് ഇനി ഞാൻ ഈ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കില്ല എന്ന് പറയില്ലേ, ആ രീതിക്ക്, അത്രയേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ ഒരു ഫിയറും നിങ്ങളുടെ പേടിയും, എനിക്ക് എന്താവും, ഞാൻ ഒറ്റയ്ക്കായി പോവോ, ഞാൻ അങ്ങനെ ആയിപ്പോ, ആ പേടികളെ നിങ്ങൾ മാറ്റുമ്പോൾ തന്നെ നിങ്ങളുടെ വർത്തും വാല്യൂവും നിങ്ങൾ തിരിച്ചറിയുമ്പോൾ തന്നെ വീല് നിങ്ങളുടെ കൂടെ തിരിയും, അതായത് ലക്ക് നിങ്ങളുടെ കൂടെ വരും. ഓക്കെ, ഭാഗ്യം നിങ്ങളുടെ കൂടെ വരും. ആൻഡ് ഇത് അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ക്രിയേഷൻ, അബണ്ടൻസ്, ആക്ഷൻ. ഓക്കെ, നിങ്ങളുടെ ഗ്രോത്ത് വരും എന്നാണ് കാണുന്നത്. കുറച്ച് പേർക്ക് ഫാമിലി ലൈഫ് ആണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൽ വരും, കുറച്ച് പേർക്ക് നിങ്ങളുടെ അബണ്ടൻസ്, നിങ്ങളുടെ കരിയറിൽ ഗ്രോത്ത്, ഫൈനാൻഷ്യൽ ഗ്രോത്ത്, അങ്ങനത്തെ കാര്യങ്ങൾ എന്തും നിങ്ങൾക്കൊരു അബണ്ടൻസ് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഞാനിവിടെ പേജ് ഓഫ് എർത്ത് ഉണ്ട്. സോ മേ ബി നിങ്ങൾ കുറച്ച് പേര് പഠിക്കാൻ തീരുമാനിക്കും, എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കാം, ഞാൻ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ഞാൻ മേ ബി ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കാം, അങ്ങനെയായിരിക്കും കേട്ടോ. ക്ലാസ് ജോയിൻ ചെയ്ത് പഠിക്കണം നിർബന്ധമൊന്നുമില്ല. സോ എന്തെങ്കിലും നിങ്ങൾ പഠിക്കും, നിങ്ങൾ പ്രിപ്പയർ ചെയ്യും, അവനവനെ പ്രിപ്പയർ ചെയ്യും നിങ്ങൾ. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ മെസ്സേജ് വരുന്നത് കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് മുന്നോട്ട്. ഓക്കെ, അതാണ് ലക്ക് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. ബട്ട് അതിന് ഈ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരണം. ഐ തിങ്ക് ഇത് കുറച്ച് ദിവസമായിട്ട് ഇത് കണ്ടിന്യൂസ് ഇത് തന്നെയാണ് വരുന്നത്. നിങ്ങളോടിത് മാറാനുള്ള സമയമായി എന്ന് യൂണിവേഴ്സ് ഒരുപാട് തവണ പറയുന്നുണ്ട്. കേൾക്കാൻ ശ്രമിക്കൂ, മനസ്സിലാക്കാൻ ശ്രമിക്കൂ, ആക്ഷൻ എടുക്കൂ. ഓക്കെ, നിങ്ങളോട് മാത്രം പറയുന്നല്ല, ഞാനും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഞാനും ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. സോറി. എനിവേ, എംബ്രേസ് സോളിറ്റ്യൂഡ്. വാവ്, ഇവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾ തനിച്ചായിപ്പോയി, ഒറ്റയ്ക്കായിപ്പോയി, നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യൂ. ഓക്കെ, ഞാൻ തനിച്ച് മതി, ഞാൻ ഓക്കെ ആണ്, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ആരില്ലെങ്കിലും ഞാൻ ഓക്കെ ആണ് എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഒരു ധൈര്യം വരും നമ്മുടെ ഉള്ളിൽ. നിങ്ങളൊന്ന് അത് ശ്രമിച്ചു നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും. എംബ്രേസ് സോളിറ്റ്യൂഡ്. തനിച്ച് ആ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ നിങ്ങളെ തന്നെ മനസ്സിലാക്കി തുടങ്ങും, നിങ്ങൾ യൂണിവേഴ്സിനെ മനസ്സിലാക്കി തുടങ്ങും. വെൽക്കം ചേഞ്ച്, മാറ്റം. 5 നമ്പർ ഓഫ് ചേഞ്ച്, മാറ്റത്തിൻ്റെ സമയമാണ്. മാറൂ. ഓക്കെ, മാറിയില്ലെങ്കിൽ ഇങ്ങനെ വാടി വീഴേണ്ടി വരും. അതിനു മുമ്പ് മാറൂ, ചേഞ്ച് ചെയ്യൂ. ഇല ഇങ്ങനെ എന്താ വാടി സീസൺസ് ചേഞ്ച് ചെയ്യില്ലേ? സീസൺസ് മാറുമ്പോൾ എന്താണ് എപ്പോഴും ഇല കൊഴിയുന്നത് എന്ന് പറയില്ലേ? ഇല കൊഴിഞ്ഞാൽ വീണ്ടും പുതിയ ഇല വരും അല്ലേ? പറയാൻ എളുപ്പമാണ്, എനിക്കറിയാം, എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. അത്ര എളുപ്പമല്ല, പക്ഷെ നിങ്ങളെ തന്നെ സ്ട്രോങ് ആക്കി കൊണ്ടുവരാൻ ശ്രമിക്കാം. ഓക്കെ, ഓരോ ദിവസമായിട്ട്, ഓരോ സ്റ്റെപ്പായിട്ട് പ്രിപ്പയർ. അഗെയിൻ ട്രാൻസ്ഫോർമേഷൻ, ചേഞ്ച്, മാറ്റം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചേഞ്ച് കൊണ്ടുവരൂ. യെസ്, ഈവൻ ലക്ക് എന്ന് പറഞ്ഞു, ഞാൻ അത് വീൽ ഓഫ് ഫോർച്യൂൺ ചേഞ്ചിൻ്റെ ആയിരുന്നു. ഇവിടെയും ചേഞ്ചാണ്, ട്രാൻസ്ഫോർമേഷനാണ്. ഇവർ നിങ്ങളുടെ ഒരു കാർമിക് ഫേസ് നിങ്ങൾ എൻഡ് ചെയ്യാനുണ്ട്. ആ ലെസൺ നിങ്ങൾ പഠിച്ച് നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് മാറൂ. ഇല്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ റിപ്പീറ്റ് ആവും. സോ ബി കെയർഫുൾ. ഓക്കെ, നിങ്ങൾ ആ വേദനയിൽ നിന്ന് പുറത്ത് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സ്റ്റെപ്പ് എടുക്കണം. ചൂസ് ഫോർഗിവ്നെസ്, മാപ്പ് കൊടുത്ത് വിട്ടേക്കാം. ഓക്കെ, ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചു, നിങ്ങളെ തനിച്ചാക്കി പോയി, നിങ്ങൾ എന്തെങ്കിലും പറ്റിച്ചു, ചീറ്റ് ചെയ്തു, നിങ്ങളെന്തെങ്കിലും പറഞ്ഞു, എന്തോ ആയിക്കോട്ടെ, ഫോർഗിവ് ആൻഡ് ഫോർഗെറ്റ്. ഓക്കെ, എന്ന് വെച്ചാൽ അവരെ തിരിച്ച് ചൂസ് ചെയ്യണം എന്നല്ല, ഒരിക്കലും അവരെ കൂടെ നിൽക്കണം എന്നല്ല. നിങ്ങൾ കയ്യിൽ നിന്ന് മാറിപ്പോകാനുള്ള ചോയ്സ് നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, പക്ഷെ മാപ്പ് കൊടുത്ത് വിട്ടേക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് നിങ്ങളെ വേദനിപ്പിക്കും. ഇത് മനസ്സിലാക്കാം. എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ്, യൂണിവേഴ്സിനോട് നന്ദി പറയാം. എല്ലാത്തിനും നന്ദി പറയാം. ഇപ്പം എന്തുണ്ടോ നിങ്ങളുടെ കയ്യിൽ അതിന് നന്ദി പറയാം. ആൻഡ് ഓക്കെ, മതി. സോ നിങ്ങൾക്ക് മാറ്റത്തിൻ്റെ സമയമാണ്. ചൂസ് ദിസ്. ഓക്കെ, ദിസ് ഇസ് ദ ടൈം. ആൻഡ് എനിവേ, ഇയർ എൻഡ് വരികയാണ്. ഇനി എപ്പോഴാ
വർഷങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു, മാറ്റം കൊണ്ട് വരും. ഓക്കെ, സോ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ ആവാൻ പറ്റും, നിങ്ങൾക്ക് എംപ്രസ് ആവാൻ പറ്റും. ഓക്കെ, യു ഹാവ് ദ എബിലിറ്റി, കേപ്പബിലിറ്റി, എംബ്രേസ് ഇറ്റ്. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.